sure you feel the vibes. അപ്പോ ഇന്നിനി നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്ന SQL ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഡാറ്റാബേസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇൻസേഷനും പിന്നെ ഡാറ്റ ഫെച്ച് ചെയ്യുന്നതും. ഓക്കെ. പിന്നെ അതേപോലെ നമുക്ക് വേറെ കാര്യം കൂടി ചെയ്യണം. നമ്മള് കോഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ കോഗ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്, പിന്നെ എങ്ങനെയാണ് പ്രൊജക്റ്റിനെ സ്ട്രക്ചർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ ഒരു 2 സാധനം കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബേസ് ടോപ്പിക്സ് ഏകദേശം തീരും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ചെറിയ പ്രൊജക്റ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഓക്കെ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഇത് കാണുമ്പോൾ നോക്കും ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ റിയൽ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയൊക്കെ നമ്മൾ നോർമൽ ഫങ്ഷനാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, വേറെ ഒന്നും ഇല്ല അതിനകത്ത്. ഓക്കെ. അപ്പൊ ഞാൻ തുടങ്ങിക്കോ. അപ്പൊ നമുക്ക് ആദ്യം SQL ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മളിവിടെ MySQL ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ അത് ഒരു വർക്ക് ബെഞ്ച് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. വർക്ക് ബെഞ്ച് എടുത്തോ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. BotDB എന്നാണ് അതിന്റെ പേര്. യൂസ് BotDB. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ചെയ്യാന്നുള്ളതിനെ പറ്റി ആലോചിക്കാം. അപ്പൊ നമുക്കിപ്പോ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇതിന്റെ ഒരു ബേസിക് ഒരു ലേണിംഗ് സംഭവമാണല്ലോ നമ്മൾ നോക്കുക. അപ്പോൾ ഒരു ഡാറ്റാബേസിൽ ഒരു ടേബിളിലോട്ട് ഡാറ്റ റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, ഒരു ക്രെഡ് പോലെ എല്ലാം ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിപ്പോ മെസ്സേജ് ഇടുമല്ലോ ഒരാൾ. അപ്പൊ ആ മെസ്സേജ് ഇടുന്ന സാധനത്തിന് ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യുക, എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ റീറൈറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് അവിടെ നിന്ന് ഡിലീറ്റ് ആവുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു റിയാക്ഷൻ ഇടുമ്പോൾ റിയാക്ഷൻ ഇട്ടോ ഇല്ല എന്നുള്ളൊരു സാധനം കൂടെ ബൂളിയം കൂടെ കൊടുക്കാം. റിമൂവ് ചെയ്യുമ്പോൾ അതും കളയാം. അപ്പൊ ഇത്രയും ഒരു സാധനം ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ ബാക്കി എന്തും നമുക്ക് ചെയ്യാൻ പറ്റും ശരിക്കും. അപ്പൊ അതിന് നമുക്കൊരു ക്രിയേറ്റ് ടേബിൾ മെസ്സേജ് കൊടുക്കാം. ഓക്കെ. പിന്നെ എന്ത് വേണം, മെസ്സേജ് ID വേണ്ടേ? കണ്ടന്റ് കൊടുത്തോ. കണ്ടന്റ് വേറെ 50 കൊടുത്തോ. 50 കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടത് 50 കൂടുതലുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രശ്നം വരും. നമ്മളിപ്പോ ഇവിടെ ടെസ്റ്റിംഗ് ആണല്ലോ, അല്ലെങ്കിൽ ഡെമോ പോലെയാണല്ലോ. ഈ മെസ്സേജ് ID എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കോഡിനകത്ത് എല്ലാത്തിനും ഡിസ്കോഡിനകത്ത് ID ഉണ്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മളെല്ലാം ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ മെസ്സേജിന്റെ ID ഏതാണ്, പിന്നെ ഇപ്പോൾ കണ്ടന്റ് വെച്ചൊരിക്കലും നമുക്ക് മെസ്സേജ് ഡയറക്റ്റ് എടുക്കണം അത്ര സേഫ് അല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സെയിം കണ്ടന്റുള്ള പല മെസ്സേജും ഉണ്ടാവും. അപ്പോൾ അതിന് മെസ്സേജ് ID യൂസ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ആ മെസ്സേജ് ഇട്ട യൂസറെ പേര് വേണമെങ്കിൽ എഴുതി വെക്കാം. ID ഒന്നും വേണ്ട, ജസ്റ്റ് ആളെ പേര് വെച്ചോ. ഈസ് റിയാക്ടർ ഇടാം, ബൂളിയൻ കേട്ടോ. ഓക്കെ. പിന്നെ ID, കണ്ടന്റ്, മെസ്സേജ് ID, ഈസ് റിയാക്ടഡ്, യൂസർ ഓതർ എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ആളെ ID എടുത്തൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് നെയിം എടുത്താൽ മതി. ഒരു എടുത്തു പോലെ വേറെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം എല്ലാം ഇപ്പൊ ഇതിനകത്ത് ചെയ്തൂടെ. ചെയ്യാം. നമുക്കിപ്പോ ഇതിൽ ഒരു ഒറ്റ സാധനം ചെയ്യാം. അപ്പൊ നമ്മള് സേവ് ചെയ്യുന്ന മെസ്സേജ് എല്ലാം നമുക്കിപ്പോ എന്താ പറയാ, ഒരു എക്സ്ക്ലമേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മെസ്സേജ് മാത്രമേ നമ്മൾ സേവ് ചെയ്യുള്ളൂ എന്ന് നമുക്ക് വേണ്ടി വെറുതെ ചെയ്ത് നോക്കാം. അപ്പൊ അതെങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തോ. എക്സിക്യൂട്ട് ആയി മെസ്സേജ് ഇതിലെ ഡാറ്റനെ നോക്കിയത് ഒന്നുമില്ല, ഡാറ്റ എംപ്റ്റി ആണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിനെങ്ങനെ, ഇപ്പൊ നമ്മളിത് ഡാറ്റാബേസിൽ സംഭവം ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളിത് എടുക്കുമോ, കോഡ് എടുക്കുമോ. ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ എംപ്റ്റി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡാറ്റാബേസും MySQL ആയിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് PyMySQL എന്ന് പറഞ്ഞ ലൈബ്രറിയാണ്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ഓൾറെഡി റിക്വയർമെന്റ് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി PyMySQL വെച്ചിട്ട് ആ ഡാറ്റാബേസ് ഒന്ന് കണക്ട് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യാം? നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. കാരണം ഇത് ഒരുപാട് സ്ഥലത്ത് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ നമ്മുടെ SQLന്റെ ഹോസ്റ്റ്, യൂസർ നെയിം, പാസ്വേഡ്
ഇതൊക്കെ നിങ്ങൾ ENVയിൽ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ പഠിച്ച സംഭവമാണ് ENVയിൽ എങ്ങനെ കൊടുക്കാന്നല്ല. അപ്പോൾ ഡീകപ്പിൾ ഡോട്ട് ആ എൻവി പറഞ്ഞ ഫയലിനകത്ത് ഈ DB_host എന്നുള്ളത് നമ്മളെ എൻവിയിലുള്ള വേരിയബിളിന്റെ നെയിമാണ്. അപ്പൊ അത് എന്ത് നെയിമും നിങ്ങൾക്ക് കൊടുക്കാം. DB ഈക്വൽ ടു ഇപ്പൊ ഇതിനകത്ത് പാസ്വേഡ് ഈക്വൽ ടു DB ഈക്വൽ ടു അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈക്വലിന്റെ റൈറ്റ് സൈഡിലുള്ളത് നമ്മളെ വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസിന്റെ ഹോസ്റ്റ് ഇപ്പോൾ ഹോസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്നത് ലോക്കൽ ഹോസ്റ്റ് തന്നെയായിരിക്കും വരുന്നത്. DB യൂസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിന്റെ യൂസർ, ഡാറ്റാബേസിന്റെ പാസ്വേഡ്, പിന്നെ ഡാറ്റാബേസ്. ഇപ്പൊ നമ്മൾ നേരത്തെ എന്തായിരുന്നു, എന്ത് ബോട്ടായിരുന്നു, DB ബോട്ടോ എന്താണ് നമ്മുടെ ബോട്ട് DB ആണ് നമ്മുടെ ഡാറ്റാബേസിന്റെ പേര്. അപ്പൊ ഇത്രയായി കഴിഞ്ഞാൽ കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആയില്ല. ഇനി ഇനി ഇതിലോട്ട് പാസ് ചെയ്യുന്ന കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം അതിനൊരു എക്സിക്യൂഷൻ എന്നിട്ട് കിട്ടുന്ന റിട്രീവ് ചെയ്ത് ഫെച്ച് ചെയ്യാം. ഈ ഫെച്ച് ഡേറ്റ് ഫെച്ച് ഡാറ്റ അല്ലേ ഫംഗ്ഷന്റെ പേര്. ഇപ്പൊ ഇവിടെ നമ്മള് ഭയങ്കര വലിയ സ്റ്റാൻഡേർഡ് അങ്ങനെ ഇതൊന്നും നോക്കുന്നില്ല. ഇതിപ്പോ ഓരോ വട്ടം ഇവിടെ കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ഒക്കെ ചെയ്യും, പൂള് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് അടുത്ത പ്രൊജക്ട് ചെയ്യുമ്പോൾ ചെയ്യാം. ഇത് നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഡിലീറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ആ റെസ്പെക്റ്റീവ് സാധനം ഡാറ്റാബേസിൽ പോയി വർക്ക് ചെയ്യണം. പക്ഷെ മെസ്സേജിന്റെ തുടക്കത്തിൽ എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ച് തുടങ്ങിയാൽ മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് മെസ്സേജിന്റെ തുടക്കത്തിൽ എക്സ്ക്ലമേഷൻ കണ്ടന്റ് അല്ലേ ഉള്ളൂ. സ്റ്റാർട്സ് വിത്ത് എക്സ്ക്ലമേഷൻ ആണെങ്കിൽ DBയിലോട്ട് ആഡ് നമുക്കൊരു ക്വറി എഴുതാം. ഇവിടെ എല്ലാരും ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ഇവന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് ആശിഷൊക്കെ തിരിച്ചു പോകുന്നുള്ളത് കൊണ്ട് ഉറങ്ങാനൊന്നും വിടാതെ ഇരുന്ന് റെക്കോർഡിങ്ങിലാണ്. പിന്നെ നമ്മള് DBയിൽ ID എന്ന് പറയുന്ന നല്ലൊരു UUID ആയിരിക്കുമല്ലോ, യൂണീക്ക് ആയിട്ടില്ല. അതിന് വേണ്ടി നമുക്ക് UUID നേരത്തെ ഇന്റീജർ അല്ലേ അവിടെ കൊടുത്തത്. അപ്പൊ അവിടെ ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്താൽ മതിയായിരുന്നു അവിടെ ശരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് വാല്യൂസ് അല്ലേ വരുന്നത്. അല്ല അപ്പൊ ഞാൻ ഓരോന്നും ഇൻസേർട്ട് ചെയ്യുമ്പോ 1 മാറുമോ? അല്ല എങ്ങനെ ഇല്ല, അത് പ്രൈമറിക്ക് ആക്കിയിട്ടില്ല നമ്മൾ അതിനെ. ഒരു കാര്യം ചെയ്തു, അതിനെ പ്രൈമറിക്ക് ഒക്കെ ആക്കിക്കോ. ആ ടേബിൾ വേണമെങ്കിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്തോ. എന്നിട്ട് അതിനെ പ്രൈമറിക്ക് ആയിക്കോ. ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്തോ. പ്രൈമറി ഓട്ടോ ഇൻക്രിമെന്റിന്റെ ഓട്ടോ അണ്ടർസ്കോർ ഇൻക്രിമെന്റ് പ്രൈമറി കീ എന്ന് കൊടുക്കണം. സ്പേസ് കീ പ്രൈമറി കീ ഓട്ടോ ഇൻക്രിമെന്റ്. പിന്നെ ആ സാധനം അവിടെ നടന്നോളൂ. ഐഡിന്റെ ഒന്നും നമ്മൾ ചെയ്യണ്ട. അപ്പൊ അവിടെ ഓക്കെ. അപ്പൊ
അല്ല മറ്റേത് കീസ് കൊടുത്താൽ മതി. അപ്പോൾ വാല്യൂസിന്റെ മുന്നേ ഐ ഡി അപ്പം ഓട്ടോ ഇൻക്രിമെന്റ് ആവുമ്പോ ഐ ഡി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. സൈഡിലോട്ട് കണ്ടന്റ് ആവാം. ഇൻസേർട്ട് ഇൻടു മെസ്സേജ് ഫസ്റ്റ് നമ്മൾ ഏതൊക്കെ ഫീൽഡിലാണ് ഡാറ്റ വരേണ്ടതെന്നുള്ളത് കൊടുക്കണ്ടേ? അത് വരില്ലേ മെസ്സേജിൽ? അല്ല, ഡിഫോൾട്ട് ആയിട്ട് വരുമ്പോ ഐ ഡി ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയി കൊടുക്കണല്ലോ. അത് എടുത്തോ. ഇൻസേർട്ട് ഇൻടു കണ്ടന്റ് ആണ്. മെസ്സേജ് ഐ ഡി ഈസ് റിയാക്റ്റഡ്. അത് മെസ്സേജ് ഡോട്ട് ഐ ഡി ഈസ് റിയാക്റ്റഡ് അങ്ങനെ കൊടുക്കണ്ട, അത് ഫോൾസ് കൊടുത്തോ. ഡിഫോൾട്ട് ഓദർ ആളെ പേര്, അതായത് മെസ്സേജ് ഡോട്ട് ഓദർ കൊടുത്താൽ പോരെ അതോ? ഓക്കെ, ഇനി അതിനെ ഫെച്ച് ഡാറ്റ എന്നാണ് ഫംഗ്ഷന്റെ പേരെന്നുണ്ടെങ്കിൽ അതിനകത്ത് എക്സിക്യൂഷനും എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് തന്നെ ഇടുന്നത്. ഇനി ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയേ. അത് ട്രിപ്പിൾ കോട്ടാക്കാം. അവിടെ 2 മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടല്ലോ. ഇനി ഒരു മെസ്സേജ് ഒന്ന് അടിച്ചു നോക്ക്, അപ്പൊ നമുക്ക് എറർ കാണാം. എറർ DB പാസ് ആണ്. ഇനി അടുത്ത എറർ ഇപ്പൊ കാണാം. ലൈൻ നമ്പർ 6 അല്ല, ഫെച്ച് ഡാറ്റയിലാണ്. ലൈൻ നമ്പർ അത് വേണം. ഫോൾസിന് കാണുന്നില്ല. ഇനിയിപ്പോ അടുത്ത എറർ കാണാം നമുക്ക്. അതേ വീണ്ടും എന്താണ് എറർ എന്താ വന്നത്? ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ല. ഇവിടെ ഒന്ന് എക്സ്ട്രാ വന്നില്ല. അല്ലെങ്കിൽ please work. No, never. New DB dot message doesn't exist. Yes. എല്ലാം നല്ലതാണല്ലോ. ആ ഫെച്ച് ഡാറ്റയുടെ തൊട്ടുമുള്ള കോരി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയേ, എന്താ വരുന്നത് നോക്കി. അത് കറക്റ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഐ ഡി ഐഡിയിൽ എന്തെങ്കിലും വരണം. ഐഡിയിൽ എന്തെങ്കിലും വരണം. ഐഡിയിൽ ഐ ഡി 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 ഐ ഡ
എക്സിക്യൂട്ട് ചെയ്താൽ മതി, കമ്മിറ്റ് ചെയ്യണ്ട കണക്ഷനെ. ഒന്ന് കണക്ഷൻ ഡോട്ട് കമ്മിറ്റ് അടിച്ച് കണക്ഷൻ ഡോട്ട് കമ്മിറ്റ്. ഇനി ഒന്ന് റൺ ചെയ്തോക്ക്. കണ്ട, അതാണ് കമ്മിറ്റ് ചെയ്യണം, എന്നാലേ അത് ഡാറ്റ അവിടെ പോവുള്ളൂ. ഡാറ്റ ഇൻസേർഷൻ കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ഡിലീറ്റ് ആവണം, എഡിറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് എഡിറ്റ് ആവണം. ഈ രണ്ട് സംഭവം ചെയ്യും. അത് നമുക്ക് കോഡ് എഡിറ്റ് ഇങ്ങോട്ട് വന്നാലോ? ഓക്കെ. അപ്പോ എന്തൊക്കെ ഉണ്ട് ഇപ്പോ? ഓൺ റോ. ഈ റോ എന്തിനാണ് കൊടുത്തിട്ടുള്ളത്? നമ്മള് ഫസ്റ്റ് മെസ്സേജ് എഡിറ്റ് ചെയ്യുമ്പോൾ റോ ഒന്നും യൂസ് ചെയ്തില്ലല്ലോ. അപ്പൊ എന്തിനാണ് ഇവിടെ റോ? ഇതിപ്പം കേസിലാണ് ഈ മെസ്സേജിന്റെ ഡാറ്റ ഒക്കെ സേവ് ചെയ്തിരിക്കുക. ഓരോ പ്രാവശ്യം ബോട്ട് റീസ്റ്റാർട്ട് ആകുമ്പോൾ അതൊക്കെ ക്ലിയർ ആയിപ്പോ. അപ്പൊ ഞാനൊരു മെസ്സേജ് ഇട്ട് അതിനുശേഷം നമ്മൾ ബോട്ട് റീറൺ ചെയ്താൽ എനിക്ക് ഓൾറെഡി ഇട്ട മെസ്സേജ് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് ബോട്ട് ഇപ്പൊ റൺ ചെയ്യണതിന് മുന്നത്തെ മെസ്സേജസ് കിട്ടില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസ്കോഡിൽ എഡിറ്റിൽ മാത്രമല്ല കുറേ എണ്ണത്തിലുണ്ട്. അങ്ങനെ ഡിലീറ്റിലുണ്ടാവും, പിന്നെ കുറേ ഇവൻസിലായ സംഭവം ഉണ്ടാവും. റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ പണ്ടത്തെ മെസ്സേജിന് റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ അത് കാണുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു? ഇപ്പോൾ ചാനൽ ഈക്വൽ ടു ഡോട്ട് ഗെറ്റ് ചാനൽ പേലോഡിന്ന് ചാനൽ ഐ ഡി എടുത്തിട്ട് ആ ചാനലെടുത്തു. ആ ചാനലിൽ നിന്ന് ഫെച്ച് മെസ്സേജ് വെച്ചിട്ട് മെസ്സേജ് എടുത്തു. ആ മെസ്സേജിൻ്റെ കണ്ടന്റ് ആ മെസ്സേജിൻ്റെ ഐ ഡി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. പിന്നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതേപോലെ ഡിലീറ്റ് ചെയ്തു ആ മെസ്സേജ് ഐ ഡി വെച്ചിട്ട്. റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ സെറ്റ് ട്രൂ ആക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വർക്ക് ചെയ്യണ്ടോന്ന് നോക്കിയാലോ? എക്സ്പ്ലനേഷൻ ഇട്ട് കൊടുക്കണ്ടേ? എക്സ്പ്ലനേഷൻ ഹായ് വന്ന് ഇനി എഡിറ്റ് ചെയ്ത് നോക്കാം. ഹായോ ആയി. ഇനി നമുക്ക് റിയാക്ഷൻ ആഡ് ചെയ്ത് നോക്കാം. യെസ്, അത് ട്രൂ ആയി. ഇനി നമുക്കിത് ഡിലീറ്റ് ചെയ്ത് നോക്കാം. പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക്കലി ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഓരോ എലമെന്റ്സും ഈ ഡാറ്റാബേസുമായിട്ടുള്ള കണക്ഷൻ വെച്ച് നമുക്ക് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഏത് കാര്യം ഇതിനകത്ത് പ്രോസസ്സ് ചെയ്ത് പോകാൻ പറ്റും. ഇനി നമ്മളെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു സംഭവം എനിക്ക് ഇതിൻ്റെ ഇടയിലാണ് ഓർമ്മ വന്നത്. അപ്പോൾ നേരത്തെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അപ്പോൾ നമ്മൾ സ്ലാഷ് കമാൻഡും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ജനറലി നമ്മളെപ്പോഴും ഈ റോൾസിനെ ബേസ് ചെയ്തിട്ട് ഈ സാധനങ്ങളെ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു എക്സാമ്പിൾ അങ്ങനെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്മൾ മറ്റോടത്ത് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നേരത്തെ നമ്മൾ കാണിച്ചു. അതിനകത്ത് കോഡിലും കൂടെ ഒരു സെക്കൻഡ് ലെവൽ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ലെവലിലൂടെ സ്ലാഷ് കമാൻഡ് മാത്രമല്ല എന്ത് സാധനങ്ങളും എനിക്ക് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാമല്ലോ. നേരത്തെ ഒരു സ്ലാഷ് കമാൻഡ് ഇല്ലേ മുകളിൽ? അതിന് കമാൻഡ് അവിടെ നെയിം ഈക്വൽ ടു എന്തോ അല്ലേ? ഓക്കെ, അവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ഒരു റോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നിട്ട് ഓരോന്ന് ലൂപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും റോൾ നെയിം നമുക്ക് വേണ്ട റോളിന് ആ ഡീറ്റെയിൽ ആണോ നോക്കും. ഏതെങ്കിലും ഒരു റോൾ
ഓക്കെ. അപ്പം ആണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കൊടുക്കാം. Transaction dot response സിസ്റ്റം. അല്ലെങ്കിൽ അവിടെ ഓക്കെ എന്ന് പറഞ്ഞൊരു ഇതൂടെ കൊടുക്കുമോ? അവിടെ റിട്ടേൺ ചെയ്യണ്ട. അത് ക്ലിയർ അതിൻ്റെ കൂടെ വന്നു. എറർ എറർ. അവിടെ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ആസ് നൗ ആയിട്ടുണ്ട്. ഇതിന്റെ റോളും വന്നു. അവിടെ റോള് മതി. അതെല്ലാം സെയിം നെയിം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരൂലേ? ഇതിന്റെ നെയിം വേണ്ടേ? മിക്കവാറും ഒരു മോത്ത് സ്ട്രിംഗ് ആയിരിക്കും എടുക്കാം. എറർ. അവൈറ്റാണ് എപ്പോഴും അതിന് വരുന്ന എറർ. യു ആർ നോട്ട് പെർമിറ്റഡ് ടു യൂസ് ദിസ് കമാൻഡ്. ഇനി എനിക്ക് റോൾ ആഡ് ചെയ്തുതരാം. അല്ലെങ്കിൽ ഞാനൊരു സാധനം വെറുതെ അഴിച്ചു നോക്കാം. എനിക്ക് അഡ്മിൻ റോളില്ല. സെറ്റിങ്സിൽ ഇതിലൂടെ മെമ്പേഴ്സ്, എഡിറ്റ് റോൾസ്, അഡ്മിൻ, സേവ്. അഡ്മിൻ വന്ന് നോക്ക്. ഇനി പൊട്ടി. ഓക്കെ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചാനൽസിന്റെ ആക്സസ് നോക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചാനൽ ഇതാണോ, ഈ ചാനലിലാണോ മെസ്സേജ് നമുക്ക് ഇഫ് എൽസ് കണ്ടീഷൻ. നമ്മൾ നോർമൽ പ്രോഗ്രാമിംഗ് ആണ്, വേറെ ഒന്നും എക്സ്ട്രാ ഇല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ റോൾസിന്റെ ആക്സസ് നോക്കാം. അങ്ങനെ ആക്സസും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് ഇപ്പോൾ ഡിസ്കോഡിനകത്ത് ആൾക്കാർ റോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു അടുത്ത ലെവൽ സാധനം കൂടെ വേണമെങ്കിൽ നമുക്ക് ഡാറ്റാബേസിലും വേണമെങ്കിൽ ആളുടെ റോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ച് അവിടെയും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ നീഡും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡാറ്റാബേസ് കണക്ഷനെ പറ്റി നോക്കി. ഒരു നേരത്തെ നമ്മൾ മിസ് ചെയ്ത ഒരു പോലെ തോന്നിയ സംഭവം നമ്മൾ ആഡ് ചെയ്തു. പിന്നെ നമ്മളിവിടെ പറഞ്ഞൊരു സംഭവമാണ് കോഗിൻ്റെ ഒരു സ്ട്രക്ചറിങ് ഉള്ളത്. അപ്പോൾ സ്ട്രക്ചറിങ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഇതിനകത്തൊരു പ്രൊജക്റ്റ് പോലെ ചെയ്തിട്ട് അവിടെ സ്ട്രക്ചറിങ് ചെയ്യാം, വെറുതെ ചെയ്യുന്നതിന് നല്ലത്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്കിവിടെ നിർത്താം അല്ലേ? അപ്പോൾ ബൈ.